ആരെങ്കിലും വേറൊരാളെ കുത്തി തീറ്റിക്കാൻ നോക്കുവോ? ഒരിക്കലും ഇല്ല. ഇത്രയും നല്ല ബീഫും പൊറോട്ടയും. അപ്പൊ അത് തന്നെ തെറ്റാ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഐടോക്കിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഒരു ഫയലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. അതായത് ഞങ്ങളുടെ ഒരു കുറച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ വെക്കാനായിട്ട് കുറച്ച് ഫയലൊക്കെ വാങ്ങിച്ചു. കുറച്ചല്ല, ഒരു ഫയലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇപ്പൊ മൊത്തത്തിൽ ഫയലുകളുടെ കാലമാണല്ലോ, അല്ലേ? അതെ. ഏതൊക്കെ ഫയലാ ഇപ്പൊ ഉള്ളത് നിലവിൽ? ഇപ്പൊ നമുക്ക് എപ്സ്റ്റീൻ ഫയലുണ്ട്, ഇപ്പൊ കേരള ഫയലുണ്ട്. എപ്സ്റ്റീൻ ഫയൽ അല്ല മെയിൻ ആയിട്ട് ഇപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഫയൽ. അതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഇതിലൊക്കെ ഏതിലാ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കേരള ഫയൽ. ഇപ്പൊ കേരള ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? നിനക്ക് പറയാമോ? എന്താന്ന് പറയാമോ? കേരള ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ എടുത്തതല്ലേ, നമ്മുടെ കേരളത്തിന്റെ ആണെന്നും പറഞ്ഞ് ചുമ്മാതെ. അതായത് ബീഫ് നിർബന്ധിച്ച് കഴിപ്പിച്ചു, ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് ബീഫ് നിർബന്ധിച്ച് കഴിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു ആരോപണം, അതിനകത്തുള്ള തീം എന്ന് വെച്ച് കഴിഞ്ഞാല്. പക്ഷെ അതിനിപ്പം ഒരുപാട് പേര് മറുപടി വീഡിയോ ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അതായത് കേരളത്തിലുള്ള എല്ലാവരും ഹിന്ദുക്കളും ബീഫ് കഴിക്കും എന്നുള്ള രീതിയിൽ ബീഫ് ഫെസ്റ്റ് ഒക്കെ നടത്തുന്നത്. അതിലൊന്നും എനിക്ക് യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം ബീഫ് എല്ലാ ഹിന്ദുക്കളും കഴിക്കാറില്ല. നീ കഴിക്കാറുണ്ടോ? ഞാൻ കഴിക്കാറില്ല, പക്ഷെ എന്റെ ബ്രദർ കഴിക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം അതല്ല, നമ്മുടെ പ്രശ്നത്തിന് വഴിമാറി പോകുന്നു. അതായത് മുസ്ലിംസ് അതിനകത്ത് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ഒരു ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഇതിവൃത്തം, അല്ലേ? അത് മതസ്പർദ്ധ വളർത്തുക. മതസ്പർദ്ധ വളർത്തുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഒരു കേന്ദ്ര രാഷ്ട്രീയത്തിന്റെ രീതി. അപ്പം അതിലൂടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല. അതാണ് ശരിക്കും പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ശരിക്കും കേരളത്തിൽ അങ്ങനെ ഒന്നും നടക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നല്ല ഒരു പൊറോട്ടയും ബീഫും കൊണ്ട് വേറൊരാളെ കൊണ്ട് കുത്തി തീറ്റിക്കത്തില്ലായിരുന്നു. നല്ല ബീഫും പൊറോട്ടയും കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തിന്നാനല്ല നോക്കത്തുള്ളൂ. ആരെങ്കിലും വേറൊരാളെ കുത്തി തീറ്റിക്കാൻ നോക്കുവോ? ഇത്രയും നല്ല ബീഫും പൊറോട്ടയും. അപ്പൊ അത് തന്നെ തെറ്റാ. ഇവന്മാർക്ക് ഒരു ഐഡിയ ഇല്ലാത്തവന്മാരാണ് ഈ ഫിലിം എടുത്തിരിക്കുന്നത്. നല്ല പൊറോട്ടയും ബീഫും, അതും മലയാളികള് വേറൊരാളെ കുത്തി തീറ്റിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. പറ്റുമോ? ഇല്ല. അപ്പൊ അത് തന്നെ തെറ്റാ. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫയൽ ഉണ്ടാക്കി വിടും. ഇന്നാളി കാശ്മീരി ഫയലായിരുന്നു, പിന്നെ കേരള ഫയൽ ഉണ്ടാക്കി, ഇപ്പൊ കേരള ഫയൽ 2 ഉണ്ടാക്കി. എന്തായാലും ഉണ്ടാക്കി ഇപ്പൊ ഒരു ഫയൽ കയറി. ഏത് ഫയലാണെന്നറിയാവോ? ഏതാ? ആദ്യം പറഞ്ഞ ഫയൽ. അങ്ങനെ ആ ഫയൽ കയറി പറ്റിയിരിക്കുക ഇപ്പൊ. അപ്പൊ ഇതാ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. ഇപ്പൊ വേറൊരു ഇന്നാളി ആരാണ് പറഞ്ഞ പോലെ പാകിസ്ഥാൻ, പിന്നെ ഹിന്ദു, രാമൻ, അങ്ങനെ കുറെ സാധനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാല് ഈ ചിലർക്ക് പറയാനായിട്ട് ഒന്നുമില്ല. അങ്ങനെയുള്ളപ്പോ ഇത് ഇടയ്ക്ക് ഓരോ ഫയൽ ഉണ്ടാക്കിയിടും. പക്ഷെ നിർഭാഗ്യവശാൽ ഈ അതിന് പിന്നെ വേറെ ഫയലിലോട്ടൊക്കെ പോയി കയറും നമ്മുടെ അതേ പറയാനുള്ളൂ ഇപ്പൊ, അല്ലേ? അതെ. ഓക്കെ, അപ്പൊ അടുത്ത വേറെ വീഡിയോയിൽ കാണാം. ബൈ.